എല്ലാവർക്കും മമ്മൂസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നാം എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കുറയുന്നു. അതായത് ചാർജ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത്, പക്ഷേ പെട്ടെന്ന് ചാർജ് ഡൗൺ ആവുക, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുമ്പോഴും ബാറ്ററി വല്ലാതെ പോവുക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം, അതിനെല്ലാം പറ്റിയൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബാറ്ററി ലൈഫ് കൂട്ടാനും പെട്ടെന്ന് ഇറങ്ങിപ്പോകാതിരിക്കാനും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഇതിനായി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഡിവൈസ് കെയർ എന്ന് സെർച്ച് ചെയ്യണം. ഡിവൈസ് കെയർ, ചില ഫോണുകളിൽ ഡിവൈസ് മാനേജർ അങ്ങനെ ഓപ്ഷൻസ് പലതരമായിരിക്കും. ഏതായാലും ഞാനിവിടെ ഡിവൈസ് കെയർ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കെയർ റിപ്പോർട്ട്, ഇവിടെ ഒപ്റ്റിമൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തതാണ് ഒപ്റ്റിമൈസേഷൻ. നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒപ്റ്റിമൈസ് എന്നൊരു ബട്ടൺ കാണാം. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതിനായിട്ട് കുറച്ച് താഴേക്ക് പോയാൽ ഓട്ടോ ഒപ്റ്റിമൈസേഷൻ കാണാം. ഇവിടെ ഓട്ടോ ഒപ്റ്റിമൈസേഷൻ അതെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ കേട്ടോ, ഇത് ഓൾറെഡി ഞാൻ ടിക്ക് ചെയ്ത് വെച്ചതാണ്. സൗണ്ടിനെ നിങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക, അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ഓൺ ചെയ്യുക. അതിനുശേഷം എല്ലാ ദിവസവും മൺഡേ ട്യൂസ്ഡേ അതുണ്ടാവും. ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൈമും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ എനിക്കൊരു കംഫർട്ടായിട്ടുള്ള ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. ഓക്കെ, അടുത്തതായി ബാറ്ററി എന്ന് സെർച്ച് ചെയ്യുക. ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ബാറ്ററി പ്രൊട്ടക്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഈ ഒരു ടോഗിൾ ബട്ടൺ ഓൺ ചെയ്യുക. ശേഷം 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും: ബേസിക്, അതുപോലെ അഡാപ്റ്റഡ്, മാക്സിമം. ഇവിടെ മാക്സിമം സെലക്ട് ചെയ്യുക. ഈ മാക്സിമത്തിലിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഫോൺ 80% വരെ മാത്രമേ ചാർജ് ആവുകയുള്ളൂ. ഈ ഒരു 80% കഴിഞ്ഞാൽ ചാർജ് ആവില്ല. നമ്മളിപ്പോൾ 1 മണിക്കൂർ ചാർജ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ 60 ഉണ്ടായിരിക്കും, പക്ഷേ 80 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റോപ്പ് ആവും. സോ അതുകൊണ്ട് തന്നെ മാക്സിമത്തിലിടുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു 80യുടെ മേലോട്ട് ചാർജ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ബാറ്ററി ലൈഫിന് നല്ലത് ഫുൾ 100 95 ആക്കുന്നതിന് പകരം ഒരു 80-90 ആ പെർസെൻറ്റേജിൻ്റെ ഇടയിൽ ഒതുക്കുക. പക്ഷെ പലരും അത് മറന്നു പോകും. സോ അങ്ങനെ ഈ ഒരു ഓപ്ഷൻ ചെയ്തിടുകയാണെങ്കിൽ 80 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചാർജ് സ്റ്റോപ്പ് ആവും. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇവിടെ ബാറ്ററി ഇൻഫർമേഷൻ എന്നൊരു ഭാഗമുണ്ട്. ബാറ്ററി ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററിയുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫോണിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കാം. ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. സീരിയൽ നമ്പർ ഒക്കെ കുറേ കാര്യങ്ങൾ. അതിനകത്ത് തന്നെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എടുക്കുക. അതിനകത്ത് ഇവിടെ ബിൽഡ് നമ്പർ എന്ന് കാണാം. ഈ ബിൽഡ് നമ്പർ ഒരു 7 times to 8 times ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇവിടെ അത് ഒരു 8 times പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് എനേബിൾ ആവും. ഡെവലപ്പർ മോഡ് എനേബിൾ ആണെങ്കിൽ ഇനി പറയുന്ന സെറ്റിങ്സ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഫാസ്റ്റ് ചാർജിങ് ഇതെല്ലാ ഫോണിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഫാസ്റ്റ് ചാർജിങ് സാംസങ്ങിൻ്റെ എല്ലാ ഫോണിലും ഉണ്ട്. സോ ഫാസ്റ്റ് ചാർജിങ് സെർച്ച് ചെയ്യുക. ഫാസ്റ്റ് ചാർജിങ് എന്ന് കാണാം. അത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ടോഗിൾ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ഫോണിലുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഓക്കെ, അത് ടോഗിൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരു കാര്യം വൈഫൈ സ്കാനിങ് എന്ന് സെർച്ച് ചെയ്യുക. അതായത് നമ്മുടെ ഫോണെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഉപയോഗിക്കാത്ത സമയത്തും വൈഫൈന് വേണ്ടിയിട്ടും ബ്ലൂടൂത്തിന് വേണ്ടിയിട്ടൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഫോൺ നിർമ്മിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ബാറ്ററി ലൈഫ് കൂട്ടാൻ ഈ ഒരു സംഗതി ഉപകാരപ്പെടും. സോ ഇതിങ്ങനെ സെർച്ച് ചെയ്യുക. അതിനുശേഷം വൈഫൈ സ്കാനിങ്ങിൽ ക്ലിക്ക് ചെയ്യണം. കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷൻസ് വൈഫൈ സ്കാനിങ്, ബ്ലൂടൂത്ത് സ്കാനിങ്, ഈ രണ്ടെണ്ണം ഡിസേബിൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത കാര്യം ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ്. നമുക്കറിയാം നമ്മുടെ ഫോൺ ഉപയോഗിക്കാതെ വെച്ചിരിക്കുമെങ്കിൽ ഒരു 20 ആപ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഫോൺ നമുക്ക് എപ്പോഴും റീസെൻ്റ് ക്ലോസ് ചെയ്യാറില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ 20 ആപ്പും പ്രോസസ്സ് ചെയ്തുകൊണ്ട് നല്ലൊരു ബാറ്ററി അതിന് പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് എനേബിൾഡ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഡെവലപ്പർ ഓപ്ഷൻസിനകത്ത് നമ്മൾ വരും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആയിരിക്കും ടിക്കായിട്ട് കിടക്കുന്നുണ്ടാവും. അതിവിടെ കാണാം. ഇത് മാറ്റിയിട്ട് നിങ്ങൾക്കൊരു അറ്റ്മോസ്റ്റ് 2 പ്രോസസ്സ് അല്ലെങ്കിൽ 1 പ്രോസസ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക. ഞാനിവിടെ അറ്റ്മോസ്റ്റ് 2 പ്രോസസ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അത് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ഓക്കെ, ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോണ് നമ്മൾ മാക്സിമം പവർ സേവിങ് മോഡിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായത് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പവർ സേവിങ് എന്ന് പറഞ്ഞിട്ട് കാണാം. സാംസങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ പവർ സേവിങ് എന്നാണ് കാണുക. ചില ഫോണിൽ ബാറ്ററി സേവിങ് എന്നായിരുന്നു. എൻ്റെ ലെനോവോ ടാബിനകത്ത് ബാറ്ററി സേവിങ് എന്നായിരുന്നു. അതേസമയം എൻ്റെ സാംസങ്ങിനകത്ത് പവർ സേവിങ് എന്നായിരുന്നു. സോ അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ അവിടെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ കാണാം. അത് ജസ്റ്റ് ഓണാക്കി വയ്ക്കുക. നിങ്ങളെല്ലാം അത്യാവശ്യം എഡിറ്റിങ്ങോ അങ്ങനെയുള്ള കാരണം ചെയ്യുന്ന സമയത്ത് മാത്രം അത് ഓഫ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹോം സ്ക്രീൻ. എൻ്റെ ഹോം സ്ക്രീൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഡാർക്ക് വാൾപേപ്പറാണ്. അതായത് നമ്മളൊരിക്കലും ലൈറ്റായിട്ടുള്ള വാൾപേപ്പർ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമുക്കറിയാം നമ്മുടെ ബാറ്ററിയിൽ വലിയൊരു ശതമാനവും നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ വാൾപേപ്പർ നമ്മൾ ഡാർക്കാക്കി ഉപയോഗിക്കുമ്പോൾ അത്രയും ബാറ്ററിയുടെ ഒരു യൂസേജ് കുറയുകയും അത്രയും ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. സോ നമ്മൾ മാക്സിമം ഡാർക്ക് തീം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റിങ്സിനകത്ത് വാൾപേപ്പറിനകത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് വാൾപേപ്പേഴ്സ് കാണാം. അതൊന്നുമല്ല യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഡാർക്ക് വാൾപേപ്പേഴ്സിൻ്റെ ഒരു സെക്ഷനൊക്കെ ഉണ്ടാവും. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ, ഡാർക്കായിട്ടുള്ള വാൾപേപ്പർ സെറ്റ് ചെയ്യാവുന്നതാണ്. ലോക്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഹോം സ്ക്രീനിലും. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈറ്റ്നെസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എഡിറ്റിങ് അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ബ്രൈറ്റ്നെസ് നല്ല രീതിയിൽ ഇടുക. എന്ന് വെച്ചിട്ടും 100 ഇടേണ്ട ആവശ്യമില്ല. ഒരു 90, 80 ആ ഒരു %ഇടുക. അല്ലാത്ത സമയത്ത് നിങ്ങൾ നല്ല വെട്ടമുള്ള റൂമിലൊക്കെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ വല്ല വീഡിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടെടുക്കുകയൊക്കെ എന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഫുൾ ബ്രൈറ്റ്നെസ്സിൻ്റെ ആവശ്യമില്ല. ഒരു 45 to 50% മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളൊരിക്കലും നമ്മൾ ഫുള്ളിൽ അങ്ങോട്ട് ഇട്ടിട്ട് കാണും. അപ്പോൾ എന്ത് സംഭവിക്കുക, ഈ ഒരു ബ്രൈറ്റ്നെസ് വേണ്ടിയിട്ട് ബാറ്ററി, അത് വീഡിയോ ഓൾറെഡി നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് ബ്രൈറ്റ്നെസ്സും കൂടി ആകുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവും. സോ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ആ ഒരു ബ്രൈറ്റ്നെസ് നിങ്ങളൊരു 50 അല്ലെങ്കിൽ ഒരു 45 ആ ഒരു റേഞ്ചിൽ എപ്പോഴും വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയ്ക്കോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഫോണിൽ ആവശ്യമില്ലാത്ത
ഫയൽസ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ്, APK ഫയൽസ്, നിങ്ങൾ വർഷത്തിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക. നിങ്ങളതൊരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്നിട്ടൊന്ന് ഫുള്ളായിട്ട് നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാ ആഴ്ചയിലും ക്ലിയർ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബാറ്ററി ലൈഫിനോടൊപ്പം തന്നെ സ്റ്റോറേജും മാനേജ് ചെയ്യാൻ സാധിക്കും. സോ ഈ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ഫോൺ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇമ്പ്രൂവ് ഉണ്ടാവും. സോ ഈ ഒരു കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇനിയും ഇങ്ങനെയുള്ള ടെക്നിക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വരുന്നതുവരെ ബായ്.